ഹായ് ഡിയർ ഫ്രണ്ട്സ്, മൈൻഡ് പീസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സെൽഫ് കെയർ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു സെക്ഷനിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനസ്സമാധാനം എന്ന് പറയുന്നത് നമുക്ക് കടയിലൊന്നും വാങ്ങാൻ കിട്ടുന്ന ഒരു കാര്യമല്ലല്ലോ. എല്ലാവരും പറയുന്നേക്കാം അല്ലേ, മനസ്സമാധാനമില്ല, സന്തോഷമില്ല, വല്ലാത്തൊരവസ്ഥയാണ് അങ്ങനെയൊക്കെ പറയുന്നേക്കാറുണ്ടല്ലേ. പക്ഷെ നമുക്ക് മനസ്സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾക്കുള്ള മനസ്സമാധാനം വേറൊരാൾ കൊണ്ട് തരില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് സെൽഫ് കെയറിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സെൽഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, സ്പിരിച്വലി, സോഷ്യലി, ഇങ്ങനെ 5 വിധത്തിലുള്ള സെൽഫ് കെയർ ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഫിസിക്കലി ആയിട്ടുള്ള സെൽഫ് കെയറിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുക, ഭക്ഷണം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ളതൊക്കെ കഴിക്കുക, പിന്നെ വെള്ളം കുടിക്കുക നല്ലപോലെ. പിന്നെ മെൻ്റലി കെയറിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് അറിവുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നല്ല നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ചും കണ്ട് അറിവുകൾ കൂട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, പിന്നെ ജേർണലിംഗ് ഒക്കെ എഴുതുക. അങ്ങനെയൊക്കെ നമുക്ക് മെൻ്റലി പീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു സെൽഫ് കെയറിങ്ങിൽ കൂടെ കഴിയും. പിന്നെ നമുക്ക് ഇമോഷണലി പറയുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ, പെട്ടെന്ന് സങ്കടങ്ങൾ വരാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ മാറ്റാനായിട്ട് ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിനോട് എല്ലാം തുറന്നു അങ്ങനെ പറയാൻ കഴിയുന്നൊരു ഫ്രണ്ട് ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണല്ലേ. അപ്പോൾ അവരോടെല്ലാം തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു റിലാക്സ് കിട്ടാണ് മനസ്സിന്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കണ്ട് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് സ്പിരിച്വലി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഭക്തിയോട് കൂടിയിട്ടിരിക്കുക, പ്രാർത്ഥനകളിൽ മുഴുകുക, പിന്നെ ഹോളി ബുക്സ് ഒക്കെ പാരായണം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ സോഷ്യലി നമ്മൾ ആരെങ്കിലും ഒരാൾക്ക് ഒരു നല്ല കാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഒരു ദിവസം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു നന്മ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് ചെയ്ത് നമുക്ക് അതിൻ്റെ എണ്ണം കൂട്ടിയെടുത്തും കണ്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മൈൻഡ് പീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി കണ്ട് ശ്രമിക്കുക. ഈ ഒരു സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനം എന്നുള്ളത് എങ്ങനെ വന്നെന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അത്രയ്ക്ക് നല്ലൊരു സമാധാനത്തോടുള്ള ജീവിത അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം. താങ്ക് യു.